ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ടിട്ടുണ്ട്. വാളംപുളിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂണോളം മുളക് പൊടി, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 6-7 കുരുമുളക്, ഒരു 10ഓളം ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ച് വയ്ക്കാം. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാനിവിടെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, പച്ചമുളക്, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളി ചെറുതായി എരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പാണിത്. നല്ല പേസ്റ്റായിട്ട് അരച്ചിരിക്കുന്ന അരപ്പാണിത്. ഇത് നമുക്ക് ഈ വഴറ്റിയ ഉള്ളിയിലോട്ട് തക്കാളിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള, മത്തി നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. രുചികരമായ ചാളയും പുളിയും, ഇവിടെ ചാള പുളിയും മുളകും കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. താങ്ക് യു.